ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം സമ്മാനവും. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് ദാനമായി നൽകിയ കുഞ്ഞിനെ ഓർത്ത് സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. എൻ്റെ പേര് പ്രീമ, ഹസ്ബൻഡ് എൽദോ, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഡേവിഡ്. 2022 ജൂൺ 13 ഞങ്ങളുടെ വിവാഹം. 2 മാസം കഴിഞ്ഞ് ഞാൻ കൺസീവായി. പക്ഷേ അത് ചെക്കപ്പിൽ ട്യൂബ് പ്രഗ്നൻസി ആണെന്നറിഞ്ഞു. ആയതിനാൽ ലാപ്രോസ്കോപ്പി ചെയ്ത് ലെഫ്റ്റ് ട്യൂബ് കട്ട് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞാൻ 2023 ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റായി. അത് മിസ്കാരേജായി. അതിനുശേഷം ഞാൻ ഹസ്ബൻഡ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സൗദിയിലേക്ക് പോവുകയും ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. ആ സാക്ഷ്യങ്ങളിലൂടെ ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ 2023 ജൂലൈ 17 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനകൾ, രാവിലെ പ്രത്യക്ഷണ പ്രാർത്ഥന, വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും ഞങ്ങളത് ദൈവത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: 2 ദേശത്തു നിന്നും ഞങ്ങളെ യോജിപ്പിച്ച ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ എല്ലാ ദിവസവും കൈപിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകി. കുഞ്ഞ് 8 മാസത്തോളം അവന് ഒരു കുഴപ്പവുമില്ലായിരുന്നു. 9-ാം മാസത്തെ സ്കാനിങ്ങിൽ എനിക്ക് BP ഹൈ ആകുകയും ഫ്ലൂയിഡ് കുറയുകയും ചെയ്തു. പിന്നെ ഡോക്ടർ അഡ്മിറ്റാകാൻ പറഞ്ഞു. നവംബർ 16 എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ ജപമാല മാസത്തിൽ ഒക്ടോബർ 24 ഇവിടെ അഖണ്ഡ ജപമാല തുടങ്ങുന്ന 2 ദിവസം മുന്നേ ഞാൻ നോർമൽ ഡെലിവറിയിലൂടെ ഞാൻ ഈ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ഞാൻ ഇതിനു മുന്നേ ഞാൻ ഈ പ്രഗ്നൻറ്റിൻ്റെ സമയത്ത് തന്നെ എനിക്ക് 2-ാം മാസത്തിൽ ബ്ലീഡിങ് വന്നിരുന്നു. ഈ കുഞ്ഞ് ആയിരിക്കുമ്പോൾ തന്നെ അവൻ ബ്ലീഡിങ് വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചു. കാരണം എനിക്ക് 2 അബോർഷൻ നടന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ പേടിച്ചു പോയി. കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെടുമോ എന്ന്, 3ാമതേ ഒരു കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയന്നു. ഉടനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് എനിക്ക് ആദ്യം ചൊല്ലേണ്ടി വന്നത്. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 4ാമത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലീഡിങ് നിൽക്കുകയാണ് ചെയ്തത്. ഹസ്ബൻഡ് ഉറങ്ങുമായിരുന്നു. ഹസ്ബൻഡ് രാവിലെ 7 മണിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ ഉണർത്തണ്ട എന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ എനിക്ക് പറയേണ്ടി വന്നു. അപ്പോൾ ഹസ്ബൻഡ് ഉടനെ ചെന്ന് ബൈബിളാണ് വായിച്ചത്. ഹസ്ബൻഡ് ഞങ്ങൾ അന്നേരം ഹസ്ബൻഡ് അന്നത്തെ ദിവസം ഓഫീസിൽ പോകുന്നതിന് മുന്നേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല കുഞ്ഞിന്. അങ്ങനെ എൻ്റെ ദൈവം ആ സമയത്ത് അവനെ കാത്തുപരിപാലിച്ചു. പിന്നീട് ഇത്രത്തോളം ദൈവം ഞങ്ങളുടെ കുഞ്ഞിനെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. കുഞ്ഞ് എനിക്ക് ഡെലിവറി എടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കരഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവന് ബ്രീത്തിൻ്റെ ഒരു പ്രോബ്ലം വന്നു. അങ്ങനെ അവർക്കൊരു സംശയം തോന്നി. അവർ എക്കോയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. അങ്ങനെ ഇവനെ എക്കോയ്ക്ക് വിധേയമാക്കിയപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ഹാർട്ടിൽ ഒരു ചെറിയ ഹോളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൂടുതൽ ഭയന്നു. കൂടുതൽ മാതാവ് ഞങ്ങളെ പരീക്ഷിക്കുകയാണോ എന്ന് ആദ്യം കരുതിയെങ്കിലും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, കുഞ്ഞ് നമ്മൾ ഈ ദുർഘട നിമിഷത്തിലൂടെ കടന്നു പോകണം. കാരണം ഈ കുഞ്ഞ് നാളെ വലിയൊരാളാകുമ്പോൾ നമ്മുടെ മിടുക്കല്ല, ഇത് ദൈവത്തിൻ്റെ മിടുക്കാണെന്ന് എല്ലാവരോടും നമുക്ക് പറയാൻ ദൈവം തന്നൊരു സമയമായിരിക്കും. ആയതിനാൽ നമ്മൾ ഈ നിമിഷവും കടന്നു പോകണം എന്ന് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഈ കുഞ്ഞിന് എൻ്റെ ദൈവം എന്നിട്ട് 6 മാസത്തെ സ്കാനിങ്ങിന് കൊണ്ടുവരാൻ ഡോക്ടർ പറഞ്ഞു.
അങ്ങനെ ഹാർട്ടിൽ എക്കോയ്ക്ക് പിന്നീട് അവനെ വിധേയമാക്കി. എന്നിട്ട് അവർ പറഞ്ഞു 95% ഈ കുഞ്ഞ് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഇനിയുള്ള വളർച്ചയിലും എൻ്റെ ദൈവം ഈ കുഞ്ഞിന് സൗഖ്യം നൽകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും കുടുംബത്തോടെ വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ആവേ മരിയ.